ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മനോരാജ്യം എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളത് ഗോവിന്ദ് പത്മസൂര്യ, അതുപോലെ രഞ്ജിത മേനോൻ, നവാസ് ഗോകുൽ. ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണ്. റഷീദ് പാടക്കലാണ് ഇതിന്റെ കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത്. ഈ പടം ഓസ്ട്രേലിയയിലാണ് മുഴുനീളെ നടക്കുന്നത്. ഓസ്ട്രേലിയയിലാണെങ്കിൽ പോലും കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും അത് നേരെ ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടിട്ടിട്ട് ഒരു സിനിമയാക്കി എടുത്തു എന്നല്ലാതെ വേറൊന്നും ഈ സിനിമയിൽ പ്രത്യേകിച്ചില്ല. അപ്പോ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിലെ നായകൻ ഓസ്ട്രേലിയയിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ് എന്ന് പറയുന്നത് കേരള തനിമയിലുള്ള ഭക്ഷണങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നവാസ് ഗോകുൽ എന്ന രണ്ട് കഥാപാത്രം അവിടെ ഉള്ളത്. അവിടെ എല്ലാവരും കൂടിയാണ് ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്നത്. അങ്ങനെ ഇതിൽ ഈ ബിസിനസ്സിന് പുറമെ ഈ നായക കഥാപാത്രത്തിന് നാടകം എന്നുള്ള ഒരു ആശയം വരുന്നുണ്ട്. അങ്ങനെ അതിന്റെ പിന്നാലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നായിക കഥാപാത്രം വരുന്നത്. അങ്ങനെ എല്ലാ സിനിമയിലും പോലെ നായിക കഥാപാത്രമായിട്ട് ആദ്യം കുറച്ച് വഴക്കും, പിന്നീട് വഴക്ക് മാറി 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 ഇഷ്ടത്തിലോട്ടും, പിന്നെ ആ ഇഷ്ടം കല്യാണത്തിലോട്ടും, ആ കല്യാണത്തിന് ശേഷം നടക്കുന്ന പല വഴക്കുകളും, അതുപോലെ തന്നെ സംശയങ്ങളും, ആ സംശയത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമ ഏകദേശം ഒരു 1.25 മണിക്കൂറുണ്ട്. ഈ 1.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു 3-4 പാട്ട് കേൾക്കാം. പാട്ടുകളൊന്നും വല്ല കുഴപ്പമില്ല. ആ സിനിമ കാണുന്ന സമയത്ത് കേൾക്കാൻ മാത്രമേ ആ പാട്ടിന് സാധിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ എന്തായാലും ആ സിനിമയിലെ ആ പാട്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഒരു 3-4 പാട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ ഇവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പടം നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അതായത് വേറെ സിനിമകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1.25 മണിക്കൂർ വെറുതെ ആണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ എന്തായാലും ഈ സിനിമ കണ്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.